ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏകൻ ക്ലാസ്സസ്. പ്ലസ് ടുവിന്റെ ഏത് മാത്സ് എക്സാം ആണെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമാണ്. 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സാധ്യതയല്ല, 100% നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാവുക, നമുക്ക് 3 ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് വരും. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പറയും. അതായത് എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മെട്രിക്സ് ചെയ്താൽ നിങ്ങൾ, ഓക്കെ, ഒരു 3x3 മെട്രിക്സ്. സോ 3x3 മെട്രിക്സ്, ഇവിടെ 3 വേരിയബിൾസ് അല്ല 3 ഇക്വേഷൻ ഉള്ളത് കൊണ്ടാണ് 3x3 മെട്രിക്സ് ആയത്. 2 വേരിയബിൾ ഉള്ള 2 ഇക്വേഷൻ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2x2 മെട്രിക്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ എക്സും വൈയും സെഡും 3 വേരിയബിൾസ് ഉണ്ട്, അതുകൊണ്ടാണ് 3x3. സോ ആ ഒരു മെട്രിക്സ്, ആ 3x3 മെട്രിക്സ് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കോഫിഷ്യൻസ് മൊത്തം എടുത്ത് എഴുതുക. അങ്ങനെ ആ മെട്രിക്സ് ആണ് മെട്രിക്സ് എ. സോ ഇവിടെ എക്സിന്റെ കോഫിഷ്യൻ നിങ്ങൾക്ക് കാണാം 1, വൈന്റെ കോഫിഷ്യൻ -1, സെഡിന്റെ കോഫിഷ്യൻ 2, അതായത് 1 -1 2. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 3 4 -5, അതിൻ്റെ അടുത്തത് 2 -1 3. ഓക്കെ, സോ അതാ 2 -1 3. സോ എല്ലാത്തിലും എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കോഫിഷ്യൻസ് എഴുതി. എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഇനി ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. ബി ആയിട്ട് എഴുതേണ്ടത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരുന്ന ഈ കോൺസ്റ്റൻസ് 7 -5 12 ഒരു കോളം ആയിട്ട് എഴുതാം. 7 -5 12. പിന്നെ നിങ്ങൾ ഒരു മെട്രിക്സ് എഴുതാ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സിൽ ഉണ്ടാവുന്നത് വേരിയബിൾസ് ആയിരിക്കും. മീൻസ് ഇവിടെ ഉപയോഗിച്ച വേരിയബിൾ എന്താ, ഇവിടെ എക്സ് വൈ സെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ എക്സ് വൈ സെഡ് ഇങ്ങനെ വേരിയബിൾസ് എഴുതാം. ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ ആണ്. അതായത് മെട്രിക്സ് എക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ മെട്രിക്സ് എക്സ് ഇസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ള ഇക്വേഷൻ, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ബി. സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെട്രിക്സ് എക്സ് കണ്ടുപിടിക്കുന്നത്, എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ബി. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ബി ഇവിടെ റെഡിയാണ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾക്ക് എ ഉള്ളൂ, ഇതിൽ നിന്നും എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു adjoint of A divided by determinant of A. So adjoint of A divided by determinant of A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, സോ adjoint of A ഇനി എങ്ങനെ കണ്ടുപിടിക്കുക, അതും മക്കളെ വളരെ ഈസിയാണ്. adjoint of A കണ്ടുപിടിക്കാൻ നോർമലി നമ്മൾ ചെയ്യാറ്, നമ്മൾ മൈനസിന്റെ എല്ലാ എലമെന്റിന്റെയും മൈനസ് ചെയ്തും പിന്നെ അതിന്റെ കോഫാക്ടർ ചെയ്തും പിന്നെ അതിനെ ട്രാൻസ്പോസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ബട്ട് ഒരു അടിപൊളി ഷോർട്ട് കട്ട് പറഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് adjoint of A ലേക്ക് പോകാൻ വേണ്ടി പറ്റും. സോ ഷോർട്ട് കട്ട് എന്താ, ഈ 3x3 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ ഇതാ ഈ എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. 2x2 ആണെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയാൻ മതിയാവും. ജസ്റ്റ് ഡയഗണൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് നോൺ ഡയഗണൽ എലമെന്റിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് adjoint of A കിട്ടി കഴിഞ്ഞ്. 2x2 ആണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. 3x3 ആണെങ്കിൽ ഇതാ ഈ എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. നടുവത്തെ എലമെന്റ്, ഈ ഒരു സെന്ററിലുള്ള എലമെന്റ്, ഈ എലമെന്റിന്റെ ആദ്യം തന്നെ എഴുതാം. ഇവിടെ എഴുതി ഞാൻ 4 എന്ന് എഴുതി. ഓക്കെ, ഇനി അതിന്റെ താഴെയുള്ള എലമെന്റ്, പിന്നെ അതിന്റെ ഇങ്ങനെ ഒരു സൈക്ലിക് ഓർഡറിൽ വരാം. 4 -1 -1 4. ഓക്കെ, 4 -1 -1 വീണ്ടും 4 തന്നെ ഇങ്ങനെ റോ ആയിട്ട് എഴുതാം. 4 -1 -1 4. ദെൻ ഈ എലമെന്റിൽ, ഓക്കെ, ആദ്യം ഇപ്പൊ ഇത് എഴുതി കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് -5 3 2 -5. ഓക്കെ, -5 3 2 -5. ഇനി ഈ റോയിലേക്ക് വരാം. 3 2 1 3. ഓക്കെ, 3 2 1 3. തെറ്റിപ്പോകരുത്. ഫസ്റ്റ് ഇതാണ് എഴുതിയത്, പിന്നെ ഇത് എഴുതി, പിന്നെയാണ് ഇത് എഴുതിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മേലെ എഴുതിയ റോ കോപ്പി ചെയ്യുക, വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ 4 -1 -1 4 തന്നെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതല്ല adjoint of A. ഇതിൽ നിന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ adjoint of A കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടി ചെയ്യേണ്ടത് ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4 × 3 മൾട്ടിപ്ലൈ ചെയ്യുക, 12 കിട്ടും. -1 × -5 മൾട്ടിപ്ലൈ ചെയ്യുക, 5 കിട്ടും. സോ 12ഉം 5ഉം സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ 7 കിട്ടും. ഓക്കെ, സോ നേരെ adjoint of A is equal to ഒരു മെട്രിക്സ് നിങ്ങൾ എഴുതാൻ വേണ്ടി തുടങ്ങുക. ആ മെട്രിക്സിൽ ആദ്യത്തെ എലമെന്റ് ആണ് ഇപ്പൊ പറഞ്ഞ 7. എന്താ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത്. സോ അതേപോലെ തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ -2 -2 -3 is equal to -2 + 3 1 വന്ന് അടുത്ത എലമെന്റ്. നെക്സ്റ്റ് 5 - 8 is equal to -3 വന്ന്. നെക്സ്റ്റ് -10 - 9 is equal to -19 വന്ന്. -19. നെക്സ്റ്റ് 3 - 4 is equal to -1 വന്ന്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ, -1 റൈറ്റ്. നെക്സ്റ്റ് എലമെന്റ് ഇപ്പൊ ലാസ്റ്റ് ഏതാ ചെയ്തത്, 3 ഓക്കെ. നെക്സ്റ്റ് 5 - 8 is equal to -3. ഓക്കെ, 5 - 8 is equal, sorry 6 - 11 is equal to 6 - -5 is equal to 11. 6 - -5 is equal to 11. Then -3 - 8 is equal to -11. Okay,
-2 minus -1 -2 plus 1 -1 then 4 minus -3 7 okay -11 -1 7 ഓക്കെ അങ്ങനെ നമുക്ക് adjoint of a എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് adjoint of a കിട്ടിയിട്ട് എന്താ പരിപാടി adjoint of a ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് a ചെയ്താൽ നമുക്ക് ഇൻവേഴ്സ് കിട്ടും അതിനു വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം സോ ഡിറ്റർമിനന്റ് ഓഫ് a കണ്ടുപിടിക്കണം ഡിറ്റർമിനന്റ് ഓഫ് a എങ്ങനെ കണ്ടുപിടിക്കുക ഡിറ്റർമിനന്റ് ഓഫ് കണ്ടുപിടിക്കുക എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് നോർമലി നമ്മൾ കണ്ടുപിടിക്കാറ് ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നിൽക്കുന്ന റോം കോളം ഡിലീറ്റ് ചെയ്ത് ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാറ് ബട്ട് adjoint of a നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിറ്റർമിനന്റ് ഓഫ് a കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് എങ്ങനെ ഡിറ്റർമിനന്റ് ഓഫ് a ഞാൻ പറയാം ഈ ഒരു റോനോട് ഈ ഒരു കോളം ജസ്റ്റ് മൾട്ടിപ്ലൈ ആണ് ഓക്കെ മെട്രിക്സ് എയിലെ ഫസ്റ്റ് റോയും adjoint എയിലെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എല്ലാം കൂടി ആഡ് ചെയ്യുക അതായത് 1 ഉം 7 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക 1 into 7 അത് 7 തന്നെ ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് -1 ഉം -19 ഉം ആണ് അപ്പോൾ അത് +19 വരും 7 + 19 ഇപ്പോൾ 26 ആയിട്ടുണ്ട് ഇനി ഈ 2 ഉം ഇവിടെയുള്ള ഈ -11 ഉം അതായത് -22 ഓക്കെ സോ 7 + 19 26 - 22 എളുപ്പത്തിൽ നമുക്ക് 4 എന്ന് കിട്ടും ഡിറ്റർമിനന്റ് ഫസ്റ്റിലേക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല മീൻസ് adjoint of a എഴുതുന്നത് അങ്ങനെയാണല്ലോ ഈ റോം അത് ക്രോസ് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്തിട്ടാണല്ലോ എഴുതുന്നത് അപ്പോൾ വീണ്ടും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ വീണ്ടും പറയാം ഈ റോ ആൻഡ് ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുക കറസ്പോണ്ടിങ് എലിമെന്റ്സ് മൾട്ടിപ്ലൈ എല്ലാം കൂടി ആഡ് ചെയ്യുക വേറെ ഒന്നുമില്ല കൺഫ്യൂഷൻ ഒന്നുമില്ല ഓക്കെ ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ a ഇൻവേഴ്സ് ഇൻറ്റു ബി a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് adjoint of a ബൈ ഡിറ്റർമിനന്റ് ഓഫ് a അപ്പോൾ ഇതാണ് adjoint of a ഓക്കെ അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ 4 നമുക്ക് ഇങ്ങനെ എഴുതാം 1/4 ഇൻറ്റു a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇതാ ഈ ഒരു മെട്രിക്സ് അല്ലേ അതാണല്ലോ adjoint of a അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എക്സാമിന് നിങ്ങൾ റീറൈറ്റ് ചെയ്യേണ്ടി വരും സോ ഇതാണ് a ഇൻവേഴ്സ് മീൻസ് ഇതിലുള്ള എല്ലാ എലമെന്റിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a ഇൻവേഴ്സ് ആയി കഴിഞ്ഞ് a ഇൻവേഴ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് x കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് a ഇൻവേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ b ഓക്കെ ഇതും നമ്മുടെ b എന്ന് പറഞ്ഞ മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ ആണ് ഇവിടെ സ്ഥലമില്ല ഞാൻ അടുത്ത പ്ലേസിലേക്ക് പോവാണ് x is equal to a inverse multiplied by b okay so x is equal to a inverse എന്ന് പറഞ്ഞാൽ ഏതാണ് ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ ഇതാണ് a inverse so a inverse okay a inverse മറ്റേ ഞാൻ എഴുതി എടുക്കുമ്പോൾ എന്തായാലും തെറ്റിപ്പോവും ഓക്കെ ഏതെങ്കിലും ഒരു നമ്പർ തെറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ബിയും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താണ് a ഇൻവേഴ്സും ബിയും ഇതാണ് ബി അല്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയില്ലേ a b എന്ന് പറഞ്ഞിട്ട് ഇതാണ് ബി സോ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 1/4 കോൺസ്റ്റന്റ് നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ സോ ഈ രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് ഈ റോ ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യാം സോ 7 7s are 49 അപ്പോൾ അത് ഒരൊറ്റ എലമെന്റ് ആട്ടോ ഞാൻ എഴുതുന്നത് അതായത് ഈ റോ മൊത്തം ഈ കോളത്തിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു സിംഗിൾ എലമെന്റ് ആണ് മീൻസ് ഈ റോയിലെ ആദ്യത്തെ ഒരു എലമെന്റ് മാത്രമാണ് അതായത് ഞാൻ കിട്ടി കഴിഞ്ഞിട്ടില്ല 7 7s 49 ചെയ്ത് 1 into -5 -5 then -3 into 12 -36 ഓക്കെ സോ ആ കംപ്ലീറ്റ്ലി കഴിഞ്ഞു ആ റോ കംപ്ലീറ്റ്ലി നമ്മൾ എഴുതി കഴിഞ്ഞു ഓക്കെ ഇനി ഈ റോയും ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യണം -19 into 7 എത്ര വന്ന് -133 വന്നില്ലേ -133 then +5 പിന്നെ ഉള്ളത് 11 into 12 ആണ് അത് 132 +132 now മൈനസ് ഇത് ഈ റോയും ഈ കോളവും സോ 11 into 7 77 -77 പിന്നെ വന്നത് +5 പിന്നെ 7 12s are 84 ഓക്കെ സോ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി 49 മൈനസ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം 1/4 ഇൻറ്റു ഓക്കെ 1/4 ഇൻറ്റു 49 മൈനസ് 5 എന്ന് പറഞ്ഞാൽ അത്ര വന്ന് 44 വന്ന് 44 മൈനസ് 36 ഇസ് ഈക്വൽ ടു 12 വന്ന് അല്ലേ 44 മൈനസ് 8 വന്ന് ഇസ് ഈക്വൽ ടു 8 വന്ന് നൗ ഇത് എത്ര വന്നടാ -133 + 132 -1 + 5 ഇസ് ഈക്വൽ ടു 4 വന്ന് then 84 minus 77 7 plus 5 is equal to 12 വന്നു ഓക്കെ സോ ഫൈനലി 1/4 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 213 ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ അതായത് മെട്രിക്സ് x is equal to x എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടി x എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു x y z ഇതായിരുന്നു മെട്രിക്സ് x ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത് 213 അതായത് എക്സിൻ്റെ വാല്യൂ 2 വൈൻ്റെ വാല്യൂ 1 സെറ്റിൻ്റെ വാല്യൂ 3 ഓക്കെ സോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഉറപ്പിക്കാം ഓക്കെ മക്കളെ അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യാം